ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റേ. മേ ബി യു പീപ്പിൾ ആർ ഫെമിലിയർ ടു ദിസ്, ബട്ട് ഐ എം കംപ്ലീറ്റ്ലി ന്യൂ ടു ദിസ് എക്സ്പീരിയൻസ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സോസ്റ്റൽ ആൻഡ് സോസ്റ്റൽ മൂന്നാറിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹായ്, I welcome you all to another special episode of Rhythm of Life by Laya Simpson. So I started my journey around 10 AM from Cochin. ഈ പ്രാവശ്യം ഞാൻ സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ മൂന്നാർ പോകുന്നത്. ഇഷ്ടമുള്ള ട്രാക്കൊക്കെ പ്ലേ ചെയ്ത് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മലയിടയിൽ കൂടിയുള്ള ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒറ്റയ്ക്കുള്ള ഡ്രൈവ് ഞാൻ പലപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓടിച്ച് ഞാൻ അടിമാലി എത്തിയപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി തരാൻ തുടങ്ങി. ആൻഡ് എൻ്റെ ഫോൺ ബാറ്ററി ഡ്രെയിൻ ആവാനും തുടങ്ങി. ഈ രണ്ട് വിശപ്പും ശ്രമിപ്പിക്കുന്ന ഒരു സ്ഥലം നോക്കിയേ പിന്നെ എൻ്റെ ഡ്രൈവ്. അങ്ങനെ പെട്ടെന്ന് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടു. ഹോട്ടൽ ഫാമിയാർഡ് NH തന്നെയാണ് കേട്ടോ ആ ഹോട്ടലുള്ളത്. നമുക്ക് മെയിൻ റോഡിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള പാർക്കിങ്, അടിപൊളി ആംബിയൻസ്, നീറ്റ് വാഷ്റൂംസ് ആൻഡ് എന്താ പറയുക, ഒരു റിസോർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ റിസോർട്ടിനെ വെല്ലുന്ന പ്രതീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവരുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അതായത് ആ ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ വ്യൂ ആണ്. അപ്പോൾ ഞാൻ അവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡ് ആണെന്ന്. അപ്പോൾ ഞാൻ ഫോൺ ആ ബില്ലിംഗ് കൗണ്ടറിൽ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു വെജ് മീൽ ഓർഡർ ചെയ്തു. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇന്നർ ഏരിയ. അവർ ഭയങ്കര നല്ല ആർക്കിടെക്റ്റാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു ചെറിയ പോണ്ട് പോലെ പൂള് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഓപ്പൺ ഡൈനിങ് ഏരിയ സ്പേസ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹിൽ വ്യൂ ആണ് ഉള്ളത്. ആൻഡ് ഇവർക്കൊരു ഓപ്പൺ കിച്ചണും ആണ് ഉള്ളത്. അതായത് വേർ വി ക്യാൻ സീ ദാറ്റ് ആക്ച്വലി വാട്ട് ദേ ആർ കുക്കിംഗ്, ഹൗ ദേ ആർ കുക്കിംഗ് ആൻഡ് ഓൾ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഉള്ളത്. ആൻഡ് ദിസ് ഈസ് ദെയർ ഓപ്പൺ കിച്ചൺ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലഞ്ച് കഴിക്കാൻ ചെന്ന സമയത്ത്. അങ്ങനെ വെജ് മീലൊക്കെ ഓർഡർ ചെയ്ത് ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഒരു അടിപൊളി വേനൽ മഴ അങ്ങ് തകർത്ത് പെയ്തു. ഫോണിൻ്റെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ആ മഴയൊക്കെ ആസ്വദിച്ച് ആ ബ്യൂട്ടിഫുൾ ഹിൽ വ്യൂ ഒക്കെ കണ്ട് ഞാൻ എന്താ പറയുക ലഞ്ച് കഴിച്ചു. പിന്നെ അവിടെ കണ്ടൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോണ്ട് പോലൊരു സ്ഥലം. അവിടെ ലോട്ട് ഓഫ് ഫിഷ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്യാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഫ്രണ്ട് തന്നെയായിട്ട് നല്ല ഭംഗിയിൽ കണിക്കൊന്ന പൂത്ത് നിൽപ്പുണ്ട്. ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിനുള്ളത്. പല പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ. മേ ബി ഐ ഹാവ് മിസ്ഡ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ മാത്രമല്ല, അവരതിൻ്റെ എക്സ്റ്റീരിയറും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പനയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, നല്ല ഹൈറ്റിലുള്ള വലിയ പനകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ മുകളിലായിട്ട് ആ കാട് പോലത്തെ ഏരിയയിൽ ഒരു ഉറവയുണ്ടെന്നാണ്. അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കണ്ടോ, അവിടെ ഒരു ഫാമിലി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ. നമുക്ക് നല്ല ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണ്.
കണ്ടോ, അത് എന്താ പറയുക, കണ്ടിന്യൂസ്ലി വെള്ളം വീണുകൊണ്ടിരിക്കുന്ന, അതായത് ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് വെള്ളം കുറവ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റും വെള്ളം വീഴുന്നത്. പക്ഷേ മൺസൂണിൽ, അതായത് നല്ല മഴയുള്ള സമയത്ത് നല്ല വാട്ടർഫോൾ ആണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും അവിടെ നിന്ന് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡ് ആയതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ വെജ് മീലിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാൾക്ക് സെർവ് ചെയ്യുന്ന വെജ് മീലിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ ഡെസ്റ്റിനേഷൻ ഇതല്ലാത്തതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഡ്രൈവിങ്. ഞാൻ പതുക്കെ എൻ്റെ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് നല്ല മ്യൂസിക് ട്രാക്സൊക്കെ കേട്ട് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ആട്ടോ ട്രാവൽ ചെയ്തത്. ആൻഡ് ഫൈനലി ഐ റീച്ച്ഡ് മൂന്നാർ ബൈ ഓൾമോസ്റ്റ് ബൈ 4 PM. മൂന്നാർ എത്തിയെന്ന് നമ്മൾ അറിയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ടീ ഗാർഡൻസ് നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ ആണല്ലോ. എക്സാക്ട് സ്പോട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ വെനെവർ ഐ ഫീൽ ലൈക്ക്, അല്ലെങ്കിൽ വേറെവർ ഐ ഫീൽ ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ, കാർ നിർത്തണം തോന്നുമ്പോൾ ഐ സ്റ്റോപ്പ് ദ കാർ ആൻഡ് കുറച്ച് നടക്കും, അതൊക്കെ എൻജോയ് ചെയ്യും. ആൻഡ് ദെൻ ഐ വിൽ കണ്ടിന്യൂ ഡ്രൈവിങ്. ഇതായിരുന്നു എൻ്റെ ഒരു പാറ്റേൺ. ഈ കൊച്ചിയിലെ കൊടും ചൂടിയെന്നൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് മൂന്നാർ ചെന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഈ തണുത്ത ചെറിയ കാറ്റും ആ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ഈ തേയിലത്തോട്ടവും എങ്ങനെയാണ് അത് നമ്മളെ മനസ്സിനെ കുളിർപ്പിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു സന്തോഷവും, മനസ്സിനെ മാത്രം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ബോഡീനെയും മനസ്സിനെയും ഒരുപോലെയാണ് അത് നമുക്ക് തരുന്നൊരു കുളിർമ എന്ന് പറയുന്നത്. ഭയങ്കര റിഫ്രഷിങ് ആട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വണ്ടി എടുത്തൊന്ന് ഇറങ്ങണം. ഇങ്ങനെ അമേസിങ്. മൂന്നാർ ഞാൻ പലതവണ പോയിട്ടുണ്ട്. എല്ലാ തവണ പോകുമ്പോഴും ആ ക്ലൈമറ്റും ഈ ടീ ഗാർഡൻസും എല്ലാം എന്നെ വീണ്ടും എന്താ പറയുക, വീണ്ടും വരില്ലേ എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഐ യൂസ് ടു വിസിറ്റ് വൺസ് ആൻ ഇയർ. ഞാൻ മൂന്നാർ വിസിറ്റ് ചെയ്യാറുണ്ട്. മൂന്നാറിന് മാത്രമല്ല, എല്ലാ ഹിൽ സ്റ്റേഷൻസും എന്നെ ഒരുപോലെ കുതിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ എക്സ്ട്രീം ഹോട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് ഈ മൂന്നാറിലെ കുളിർമയിലോട്ട് പ്രത്യേകിച്ച് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആണ്, ഭയങ്കര റിഫ്രഷിംഗ്. ആൻഡ് ഫൈനലി ഐ റീച്ച്ഡ് സോസ്റ്റൽ മൂന്നാർ. അങ്ങോട്ടുള്ളൊരു നാരോ റോഡിൻ്റെ റൈറ്റ് സൈഡിലൊരു അടിപൊളി ടീ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ഈ സോസ്റ്റൽ ഈസ് ലൈക്ക് എന്താ പറയുക, ഹോസ്റ്റൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. സെൽഫ് ചെക്കിനാണ് ഇവിടുത്തെ ചെയ്യുന്നത്. അതായത് ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക ആൻഡ് ചെക്ക് ഇൻ വയ ഫോൺ. ആൻഡ് ആഫ്റ്റർ ചെക്ക് ഇൻ ആ റിസപ്ഷൻ കൗണ്ടറിലുള്ള പയ്യൻ, അവൻ്റെ പേര് ഇർഷാദ് എന്നാണ്, അവൻ നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോയി. പണ്ടത്തെ കോളേജ് ഹോസ്റ്റലിൻ്റെ ഡോമിറ്ററി ഓർമ്മിപ്പിക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡോംസാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബെഡിനോട് ചേർന്നിട്ടും അവർ ഓരോ പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഫോണൊക്കെ ചാർജ് ചെയ്യാനും. പിന്നെ നമുക്ക് ബുക്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്, മറ്റാരെയും ഡിസ്റ്റർബ് ചെയ്യാതെ. അതിൻ്റെ താഴെ തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള, ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള കബോർഡ്സ് ഉണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡോമാണുള്ളത്. അപ്പോൾ 8 പേരുടെ ഒരു ഫീമെയിൽ ഡോമിലാണ് ഞാൻ താമസിച്ചത്. ഒരു കോമൺ ആയിട്ട് ഒരു വാഷ്റൂമാണുള്ളത്. ആൻഡ് ഈ ഡോമെട്രിയുടെ ഈച്ച് ഡോമെട്രിക്ക് ഒരു ബാൽക്കണി ഉണ്ട്. അതിൻ്റെ ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്
ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി ഹിൽ വ്യൂവും തേയിലത്തോട്ടവും അടിപൊളി ക്ലൈമറ്റും ഒക്കെയാണുള്ളത്. ഈ സോസ്റ്റലിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു നല്ല രസമായിട്ട് ഇൻറ്റീരിയർ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ഫ്ലോറിൽ ഡോംസും റൂംസും ആണ് ഉള്ളത്. അപ്പോൾ ഡോമിറ്ററി അല്ലാതെ ഇൻഡിവിജ്വൽ റൂംസും ഈ ഹോസ്റ്റലിലുണ്ട്. അതിൻ്റെ ഏറ്റവും 3rd ഫ്ലോറിലാണ് ഒരു ഓപ്പൺ ഏരിയ പ്ലസ് ഒരു എന്താ പറയുക പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3rd ഫ്ലോർ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഈ പ്ലേ ഏരിയ കാണാൻ പറ്റും. പ്ലേ ഏരിയയ്ക്ക് പുറമെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസും ഉണ്ട്. പിന്നെ ഈ പ്ലേ ഏരിയ കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ്. അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ടീ ഗാർഡൻ വ്യൂവും മൗണ്ടൻ വ്യൂവും ഈസ് ജസ്റ്റ് അമേസിങ്. അവിടെയാണ് വൈകുന്നേരം നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരുന്നത്. കണ്ടോ, ഇതാണ് ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്യുന്ന ഏരിയ. അവിടെ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വരുന്ന വഴിയിൽ വരുമ്പോൾ പറഞ്ഞ ടീ ഗാർഡൻ്റെ ഏരിയ. കണ്ടോ, ഇതിൻ്റെ ചുറ്റും അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. ഈ മൗണ്ടൻ വ്യൂ ആസ്വദിക്കാനായിട്ട് ഇവർ നിരത്തി പിടിച്ച് ഇവിടെ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ബുക്ക് വായിക്കാം, വർത്തമാനം പറയണമെങ്കിൽ വർത്തമാനം പറയാം, അല്ല ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ മൗണ്ടൻ വ്യൂ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആസ്വദിക്കാം. അതിനുള്ള ഓപ്ഷനും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാർട്ടി റൂം പോലെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പാർട്ടി റൂം പോലെയും അവർ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ സംഭവം അടിപൊളിയാണ്, കളറാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള മെനു ആണ്. ഭയങ്കര വിഭവസമൃദ്ധമായ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, ലിമിറ്റഡ് മെനു ആണ്. സോ ഐ ആം അവോയ്ഡിങ് ഓൾ ദ ക്ലോസ് ഷോട്ട്സ് ഓഫ് പീപ്പിൾ ബിക്കോസ് ആൾക്കാരുടെ ഒരു ഹെക്ടിക് വർക്ക് ഷെഡ്യൂളൊന്നും അല്ലെങ്കിൽ ലൈഫിൻ്റെ പല ടഫ് സിറ്റുവേഷൻസിനൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. സോ ഐ ആം നോട്ട് അലൗഡ് ടു എൻറ്റർ ഇൻ ടു ദെയർ ക്ലോസ് സ്പേസ്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ദെയർ സ്പേസ്. അതുകൊണ്ട് ഞാൻ ക്ലോസ് ഷോട്ട്സ് ഒക്കെ ഒഴിവാക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റിയാണ്. ഇന്ത്യ തന്നെയല്ല, വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ ട്രിപ്പിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഞാൻ വന്ന ദിവസം ഒരു ഫോറിനർ അവർ ചെക്കൗട്ട് ചെയ്ത് പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേൾഡിൻ്റെ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്, ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആൾക്കാർ വന്ന് ഇവിടെ വന്നിട്ട് മീറ്റിംഗ് ഈച്ച് അതർ, ടോക്കിംഗ് ടു ഈച്ച് അതർ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസുകളെ പറ്റി സംസാരിക്കുന്നു, അവരുടെ ജീവിതത്തിലുണ്ടായ തമാശകളെ പറ്റി സംസാരിക്കുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഡിഫറെൻറ്റ് വൈബാണ്. സോ
പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സാധാരണ ഉറക്കമില്ലാത്ത ഞാൻ അന്ന് രാവിലെ 9 മണി വരെ പോത്ത് പോലെ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെയാണ് അവരുടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ 200 റുപ്പീസ് പേ ചെയ്യണം. അപ്പോൾ മോർ ദാൻ ബ്രേക്ക്ഫാസ്റ്റ്, മോർ ദാൻ എനിത്തിങ്, ഐ എൻജോയ് ദ വൈബ്. അവിടുത്തെ ഈ ഒരു രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒറ്റയ്ക്ക് പോയി ട്രാവൽ ചെയ്യാം, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ന്യൂ അക്വൈൻറ്റൻസസ് ഉണ്ടാവും. നമുക്ക് അവരുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സ്പെൻഡ് ചെയ്യാം. എന്താ പറയുക, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ യു ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. അങ്ങനെ മനസ്സ് നിറയെ ഒരു പിടി നല്ല ഓർമ്മകളുമായി ഞാൻ വീണ്ടും ബാക്ക് ടു കൊച്ചിൻ. അപ്പോൾ വീണ്ടും ഞാൻ സോസ്റ്റലിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എവിടെ താമസിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മെയിൽസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ഫീമെയിൽസിന് ഞാൻ ഈ ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാണ്. അതായത് സോസ്റ്റൽ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി പ്രെറ്റി ചീപ്പ്. അതായത് ഒരു 799 റുപ്പീസാണ് 8 പേര് ഷെയർ ചെയ്യുന്നൊരു ഡോമിന് വരുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഡോമിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റൂംസും ഉണ്ട്. അവിടുന്ന് കുറേ ആക്ടിവിറ്റീസ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാർ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ട്രാവൽ ചെയ്യാം. അവരുടെ ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു വൈബ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് വേണമെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോവാം. ഒരു ചീപ്പ് അക്കോമഡേഷനാണ്. അല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിലും സേഫാണ്. ഈ വൈബ് എൻജോയ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ടോക്ക് ടു പീപ്പിൾ, യു ക്യാൻ ഹാവ് ന്യൂ അക്വൈൻറ്റൻസസ്. ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ വേർഡാണ്, അതുകൊണ്ട് ആ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. യു ക്യാൻ മേക്ക് ന്യൂ അക്വൈൻറ്റൻസസ്. നിങ്ങൾക്ക് അത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ട്ഷിപ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ ഒരു അടിപൊളി വൈബാണ്. ജസ്റ്റ് എൻജോയ്. ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു, 44 സിറ്റീസ് ഇൻ ഇന്ത്യ സോസ്റ്റലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് സോസ്റ്റലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒരു സ്പോട്ട് എത്തിയപ്പോൾ എനിക്ക് വണ്ടി നിർത്താതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയിലാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. ഇത്രയും നല്ലൊരു നേച്ചറിൻ്റെ കോമ്പിനേഷനിൽ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൈ യാത്ര കണ്ടിന്യൂസ്. അപ്പോൾ റിതം ഓഫ് ലൈഫിൻ്റെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ലയ സിംപ്സൺ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.